ആ ചോദ്യം ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഒരാളില്ല, അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് അല്ല ഇത് പറയാത്തിടത്തോളം ഇല്ല കാലം അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്കെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവാം. ഉണ്ടാവാം ആ ഉണ്ടാതിരിക്കാം. അപ്പൊ പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ വന്നോട്ടെ, എന്തായാലും ഞാൻ പിന്നീട് പറയുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും എന്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടത്തെ കാര്യം സുധിച്ചേട്ടനും മൂത്ത മോനും അവരുടെ വീട്ടുകാർക്കും അറിയാം. സോ എനിക്കിപ്പോ അത് എന്റെ പേഴ്സണൽ കാര്യം ഇപ്പൊ എനിക്ക് പബ്ലിക് ആക്കണമെന്നില്ല. അവരറിഞ്ഞുകൊണ്ടേ ഉള്ളൂ എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇപ്പോൾ രേണു സുധി തന്നെ തൻ്റെ ആദ്യ വിവാഹത്തെ പറ്റിയൊക്കെയുള്ള ഒരു മറുപടി പോലെ പറഞ്ഞേക്കുവാണ് തനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം നടന്നിട്ടുണ്ടാവും, ഇല്ലാതെ ഇരിക്കാം. അതെല്ലാം സുധിച്ചേട്ടൻ അതുപോലെ തന്നെ മകനും കുടുംബത്തിനും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് പബ്ലിക്കലി വന്ന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പാസ്റ്ററാണ് ഈ ഒരു രേണു സുധിയുടെ ആദ്യ ഭർത്താവ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം പേര് വീഡിയോസും കാര്യങ്ങളും ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആൾക്കാർ രേണു സുധിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ സത്യമാണോ എന്നുള്ളൊരു കാര്യം. പക്ഷേ രേണു സുധിയുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ രേണു സുധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിലാണ് രേണു സുധി എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം പറഞ്ഞത് എനിക്കിതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, ഇല്ലാതെ ഇരിക്കാം. ഇതെല്ലാം സുധിച്ചേട്ടനും അതുപോലെ തന്നെ മകനായിട്ടുള്ള കിച്ചുവിനും അതുപോലെ തന്നെ ചേട്ടൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് പബ്ലിക്കലി വന്ന് പറയാൻ താല്പര്യമില്ല എന്നാണ് രേണു സുധി ഇപ്പം പറഞ്ഞേക്കുന്നത്.